ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ എന്താ പറയാ, നമ്മളെ പെരുന്നാൾ പരിപാടി കഴിഞ്ഞതാ. അത് പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ? എവിടെ പോവാ? ഞാൻ വാപ്പയും എവിടെയൊക്കെ പോകുന്നുണ്ട്. ഓരോ കൂടെ അങ്ങ് പോവാ. തറവാട്ട് പോവാ. വല്യപ്പനെ വല്യമ്മയൊക്കെ കാണാൻ പോവാ അല്ലേ? അപ്പൊ എന്താ പറയാ, നമ്മളെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദരിയായി നിൽക്കുന്നുണ്ട് ആള്. നമ്മള് തന്നെ എന്താ പറയാ പ്രൊഡക്റ്റ് ആണ്. നമ്മള് തന്നെ സ്വന്തം ഡ്രസ്സാട്ടത്. അപ്പൊ ഓളിപ്പോ എന്താ പറയാ, ഓളെ വല്യമ്മയെ കാണാൻ പോവാണ്. ഞാനും പോവാണ്. അപ്പൊ ഞാൻ ആഷിഖന്റെ വല്യപ്പനെ വല്യമ്മനെ പോവാൻ പറ്റിയ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവളെ പോസ് ചെയ്യുന്നില്ല, ഓളിനെ പോസ് ചെയ്യുന്നില്ല അല്ലേ? ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണത്. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ ഞാന് വല്യമ്മനെ പോയി കണ്ടുവരാം. ആഷിഖനെ കൂട്ടാതെയാണ് പോകുന്നത്. കൊറേ പ്രാവശ്യം വിളിച്ചിട്ടോ, പക്ഷെ വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഓൾറെഡി നിർബന്ധിച്ചിട്ടില്ല. വരുന്നോ ചോദിച്ചു. ഞാൻ അവിടെ ഓൾറെഡി ഉമ്മനോട് വാപ്പനോട് പറഞ്ഞു ഞാൻ വരാം, ഞാൻ ഞങ്ങൾ കൊണ്ടാക്കാൻ വരാം ആദ്യം പറഞ്ഞു. പക്ഷെ ആഷിക നൈറ്റ് വരും പറഞ്ഞിരിക്കണില്ലേ, എല്ലാരും കൂട്ടിട്ട് ഇങ്ങോട്ടേക്ക്. അതാ എന്റെ പ്ലാനിങ്. അപ്പൊ എല്ലാരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ച് ല്ലേ വിചാരിക്കുന്നു. വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യില്ലേ? നമ്മളെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ കേട്ടോ. കുറച്ച് നമ്മള് വലിയ പ്ലാനുകളൊന്നും ഇപ്രാവശ്യം പെരുന്നാളിലൊന്നും റിസോർട്ടിലേക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ വലിയ പ്ലാൻ ഒന്നും ചെയ്തില്ലേ. ഈ പ്രാവശ്യം നമ്മളെ സിമ്പിളായി. ഞാൻ ഇവിടെ വന്നാൽ എന്റെ കാറ് കഴുകുക അത്രയും ആദപ്പതിച്ച് കിടക്കായിരുന്നു ഇവ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാറ് കഴിക്കാം. ആഷിക്ക ഒന്നാമത് ഇത് കവറ് പോലും ഇടില്ല. ഇങ്ങോട്ട് വാ, ഇതൊക്കെ കണ്ടങ്ങള് ഫുള്ള് നിങ്ങൾ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ആക്കിയൊരു കാര്യമില്ല. അത് ഞാൻ മോളെ അത്രയും ഇതായി ഞാൻ പെട്ടെന്ന് വെള്ളം അടിച്ച ഇവിടെ ഓസ് കണ്ടപ്പോ. പക്ഷെ അതിനോണ്ട് ഇത് കാര്യമില്ല. ഇത് ഉണങ്ങുമ്പോ പണ്ടത്തെ സെയിം സാധനം വരും. അപ്പൊ ഞാന് ഹിബന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഹിബ അവളെ വാപ്പന്റെയും ഉമ്മന്റെയും കൂടെ അവളെ വല്യപ്പന്റെയും വല്യമ്മന്റെ അടുത്തേക്ക് പോയതാണ്. അപ്പൊ ഞാനും വല്ലപ്പോഴും പോവാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്താ പറയാ, ഞാൻ ഓൾറെഡി എന്റെ ഉമ്മനെയും വാപ്പനെയും കൊണ്ട് നമ്മളെ എന്റെ വല്യമ്മനെ വല്യപ്പനെയൊന്ന് കാണാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ എന്താ പറയാ, അപ്പൊ ഞാൻ ഓലയും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് രാത്രി ഹിബന്റെ വീട്ടിലേക്ക് ഫാമിലി ആയിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ എന്താ പറയാ, നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്ക്, ചില കാരണങ്ങളാൽ രണ്ട് വഴിക്കാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് പോകുന്നത്. അപ്പൊ എന്തായാലും വല്യമ്മച്ചിനെ കുറെ കണ്ടിട്ട്, വല്യമ്മച്ചാണ് ഇങ്ങനെ വിളിക്കും, എപ്പോഴും വിളിക്കുന്നു ഇങ്ങനെ. ഞാനും ഹിബയെ ഇടയ്ക്കൊക്കെ വല്യമ്മച്ച പോയി ഇടയ്ക്കൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവലുണ്ട്. അപ്പൊ അങ്ങനൊക്കെയാണ് വല്യമ്മച്ചി അടുത്ത് പോയി നോക്കട്ടെ. നോമ്പൊക്കെ ആയിട്ട് ചില പെരുന്നാളൊക്കെ ആയിട്ട് എന്താ പറയാനുള്ളത്? പേരക്കുട്ടിലൊക്കെ വന്നോ? കാണുന്ന ആൾക്കാരൊക്കെ എന്ത് പറ്റിനെ പോയിട്ട് ഓലെങ്ങനെ കണ്ട് ഫോണില് കാണുന്നത് ഫുള്ള് ഉമ്മച്ചിന്റെ ഫാൻസ് എല്ലാരും കാണുന്നത്. നോമ്പൊക്കെ നോട്ടി ഉമ്മച്ചി? പെരുന്നാളൊക്കെ ഉഷാറായില്ലേ? ഉമ്മച്ചിനെ അങ്ങനെ പറഞ്ഞു. ഉമ്മച്ചിനെ ഇത് ഞാൻ കാണിച്ചു തരുന്നു. ഉമ്മച്ചി ഫുള്ള് തിരക്കില്ല. അമ്മച്ചിക്ക് ഇവിടെ മിനിസ്റ്ററിന് ആയിരാ ഫോണ്, മിനിറ്റിന് ഓരോരുത്തരാ. ഫുൾ ഫോണാ അമ്മച്ചിക്ക്. ഉമ്മച്ചി ബിസിയാ. എത്ര ആൾക്കാരാ അമ്മച്ചി ചോദിച്ചു വരുന്നത്? ഫുൾ ബിസി. ഫുള്ള് ഉമ്മച്ചി അന്ന് പെരുന്നാളായിട്ട് ഫുള്ള് ഉമ്മച്ചി കൊണ്ടുപോയി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഓളോളെ വല്യമ്മനെയും കണ്ട് ഞാൻ എന്റെ വല്യമ്മനെയും കണ്ട് നമ്മൾ വീണ്ടും ഇവിടെ എത്തി അല്ലേ? ഇവിടെ ഇപ്പൊ ഫാമിലി ആയിട്ട് എത്തിയാണ്. ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, എല്ലാരും ഉണ്ട്, പെങ്ങളും എല്ലാരും ഉണ്ട്. ഇനി ഞാൻ പോയിട്ട് തിരിച്ചു വന്ന് ആലോചിക്കുന്നത് നോക്കട്ടെ. അവിടെ പോയിട്ട് ഇവിടെ എത്തണ്ട് ഞാൻ ആലോചിക്കുന്നത്. നാളെ വരാം. നോക്കുന്നുണ്ടെങ്കിൽ ആണോ? ഓക്കെ. അപ്പൊ നമ്മളെ ഫുഡ് പരിപാടി കഴിഞ്ഞ് നമ്മള് പോവാൻ നിക്കല്ലേ? ഞാന് ഇനി ഇന്ന് മറ്റേത് കണ്ടീനു, മറ്റോ ഉത്സവത്തിന്റെ പരിപാടി കണ്ടീനു വരുന്ന സമയത്ത്. ഉത്സവം 4 ദിവസമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ എനിക്ക് വെടിക്കെട്ട് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാം ന്യൂസ് വരാൻ പറ്റില്ല. വെടിക്കെട്ട് ഉണ്ട്. ഇവള് പോവല്ലേ? ഇവൾക്ക് പേടിയാ അല്ല? എന്നാലേ ഫുഡടി കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് നമ്മള് കലാശ പരിപാടി കഴിഞ്ഞില്ല. അതിന് ഈദിന്റെ എല്ലാം കഴിഞ്ഞില്ലേ? പെരുന്നാൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞത്. നമ്മളിപ്പോ വല്യമ്മച്ചിനെ കണ്ടില്ലേ? ഞാൻ ആരൊക്കെ ചോദിച്ചു വരാം മറ്റേ ലാസ്റ്റ് പോയ സമയത്ത് ഏതൊക്കെ നിങ്ങളെ കണ്ടിരുന്നൊക്കെ പറഞ്ഞവരെ. ഉമ്മച്ചി പറയാം ഇനി എടുത്തുക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു ഉമ്മച്ചി ഇങ്ങനെ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. ചില പാർത്ത് വെക്കുന്ന
അപ്പൊ ഇന്നത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞു. നമ്മളെ പെരുന്നാളിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. എല്ലായിടത്തും പോലും ഫുഡടി പരിപാടി ഇങ്ങനെ ലാസ്റ്റ് 10 മണിയായപ്പോ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അങ്ങനെ നമ്മളെ ഈ കൊല്ലത്തെ ഇത് അവസാനിച്ചിരിക്കുന്നു. ഈ കൊല്ലത്തെ എങ്ങനെ അവസാനിക്കാം? വലിയ പെരുന്നാളില്ലേ? അല്ല ഞാൻ പറഞ്ഞ ചെറിയ പെരുന്നാൾ എത്തിക്കലെന്നാ. ചെറിയ പെരുന്നാൾ കഴിഞ്ഞില്ലേ? ഇനി വലിയ പെരുന്നാൾ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കൊല്ലത്തെ ചെറിയ പെരുന്നാൾ അവസാനിച്ചിരിക്കുന്നു.